ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തന്ത്രപ്പാടിലാണ്. ലേസം തന്നെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തിട്ട് മടക്കി വെച്ചതായിരുന്നു. ഇവരത് പിന്നെയും തല കുത്തനിട്ടിട്ട് എല്ലാം വലിച്ച് പുറത്തേക്ക് ഇട്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അത് കുത്തി നിറച്ച് കവറിലാക്കുവാണ്. പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫോൺ ഞാൻ ഓണാക്കി പിടിച്ചോണ്ട് തന്നെ അമ്മയ്ക്ക് നാണം വന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറിക്കാണ്. ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര നാണം മടിയൊക്കെയാണ്. ഞാൻ പിന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുവരാറാണ്. സീരിയസായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഫോൺ ഓണാണോ ക്യാമറ ഓണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തരം പേടിയിലാണ് എന്നോട് ഇപ്പോൾ ചോദിക്കാറുള്ളത്. എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി ഒളിക്കുന്നൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് ഒരു പ്രത്യേക ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ള രൂപത്തിൽ ഇന്ന് പോകാമെന്ന് വിചാരിച്ചതാണ്. സർപ്രൈസും ഗിഫ്റ്റുകളൊന്നും കിട്ടാത്ത ഒരാൾക്കാരായതുകൊണ്ട് തന്നെ ഞാനിന്ന് വരുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കാണ് ഈ സർപ്രൈസ് കൊടുക്കുന്നതും ആ കൊടുക്കുന്ന ടൈമിൽ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വലിയ രീതിക്കുള്ള സാധനങ്ങളൊന്നുമല്ല, കുഞ്ഞു രീതിക്കുള്ള എന്ത് കൊടുത്താലും ഒരു ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഞാനൊരു കുഞ്ഞ് രണ്ടുപേർക്ക് ഓരോ കുട്ടി ഡ്രസ്സും ഒരു കുഞ്ഞ് കേക്കും വാങ്ങിയിട്ട് പോവുകയാണ്. സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഞാനിത് കൊടുത്തപ്പോൾ തന്നെ അവർ ഇമോഷണലി ഭയങ്കര അപ്സെറ്റായിപ്പോയി. അത് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഡൗൺ ആയി. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഫോണൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളിത് കൊടുത്തു. എല്ലാവരും കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. കേക്ക് കൊണ്ട് ചെന്നപ്പോൾ ഇതെന്താണ് സംഭവം, ഇന്ന് എന്താണ് ദിവസം എന്നുള്ള രൂപത്തിലായിരുന്നു അവരുടെ നിൽപ്പ്. ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അവരെ സന്തോഷം കണ്ടപ്പോൾ ഞാനും അതിലേറെ ഹാപ്പിയാണ്. കേക്ക് കൊണ്ടുവന്നത് അമ്മമ്മയ്ക്ക് അമ്മച്ചനാണെന്നുണ്ടെങ്കിലും അതിലിപ്പോൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എൻ്റെ മക്കളായിരിക്കും. കാരണം ആ പേരും പറഞ്ഞിട്ട് വയറ് നിറയെ കേക്ക് കഴിക്കാമല്ലോ. കേക്ക് എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ ഫ്ലാറ്റാണ് കൊണ്ടുവന്നപ്പോൾ മുതൽ അത് മുറിക്കാൻ വേണ്ടിയിട്ട് വട്ടമിട്ട് രണ്ടുപേരും നടക്കുന്നുണ്ട്. അങ്ങനത്തെ രണ്ടുപേരും മത്സരിച്ച് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.